എന്റെ നാരായണിക്കുട്ടി, എന്റെ മുന്നിക്കട്ടെ, നീ എന്നെ വിട്ടു പോയല്ലോടി. ഞാനിതെങ്ങനെ സഹിക്കൂ? സമയം കഴിഞ്ഞു. എണീക്ക് 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 എണീക്ക്, സമയം കഴിഞ്ഞു. എണീക്ക്. അയ്യോ അയ്യോ, ഒന്ന് നിർത്തോ? നിങ്ങളെ കരച്ചില് കേട്ട് കഴിഞ്ഞാൽ ചത്ത് കിടക്കുന്ന ഞാൻ വരെ പേടിച്ചു പോവല്ലോ. ഗംഭീര അഭിനയം. ഗെയിമില് നിങ്ങൾ തന്നെ ജയിച്ചിരിക്കുന്നു. നിന്റെ അഭിനയം ഉണ്ടല്ല, ഗംഭീരായിട്ടാ. ശരിക്കും മരിച്ചു പോയിന്നാ ഞാൻ വിചാരിച്ചേ. എന്റെ തൊണ്ട വരണ്ടുപോയി, കണ്ണിലാകെ ഇരുട്ട് കയറി, എന്റെ ശ്വാസം അങ്ങോട്ട് നിന്ന് പോയി. നിങ്ങൾക്ക് ശരിക്കും മരിച്ചു കിടക്കാൻ പോലും അറിയില്ല. ഞാൻ കരച്ചിൽ തുടങ്ങുമ്പോഴേക്കും നിങ്ങൾ കണ്ണു തുറന്ന് എണീറ്റു. അതുകൊണ്ടാ ഗെയിമിൽ ഞാൻ തോറ്റത്. നീ കരയുന്നത് കാണാൻ എനിക്ക് പറ്റില്ല, അതുകൊണ്ടാണ്. തൊട്ട് മുമ്പ് ഞാൻ അനുഭവിച്ച വേദന ഓർക്കുമ്പോ മരിക്കാനാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് മരിച്ചു കിട്ടിയാ മതിയായിരുന്നടി. നാണുകുട്ടേട്ടാ, അല്ല നാരായണൻകുട്ടിയേട്ടാ, കരയല്ലേ? നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം. അല്ല, നമ്മുടെ ലുട്ടാപ്പി ഇതുവരെ വന്നില്ലല്ലോ. അവനോട് ഞാൻ 7 മണിക്ക് വീട്ടിലെത്തണമെന്ന് പറഞ്ഞിട്ടുള്ള. ചെറുപ്പക്കാര് പിള്ളേരല്ലേ, അവർ സന്തോഷിക്കട്ടെ മതിയാവോളം. അസൂയ, നമുക്കൊന്നും പറ്റാത്തുള്ള അസൂയല്ലേ നിങ്ങക്ക്? എന്തേ, നിനക്കും അവനെ പോലെ കറങ്ങിയടിച്ച് നടക്കണം തോന്നുന്നുണ്ടാ? പിന്നെ ഈ വയസ്സാം കാലത്തല്ലേ ഈ കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുമ്പോഴാണിക്കുട്ടി, എന്റെ നാണിക്കുട്ടി, ആ കുഴിയിലേക്ക് നീട്ടി വെച്ചിരിക്കുന്ന കാല് ഞാൻ ഇങ്ങോട്ട് വലിച്ചെടുത്താ പോരെ? അയ്യോ, കാലമോടൻ എന്നെ തട്ടിട്ട് കൊല്ലാൻ നോക്കുകയാണല്ലോ. അയ്യോ അയ്യോ. അതെ, തടി കുറയ്ക്കണമെന്ന് പറഞ്ഞിട്ട് നീ തടി കൂടി വരികയാണല്ലോ. നീര് വയസ്സാം കാലാകുമ്പോ ഇങ്ങനൊക്കെ തന്നെയാണ്. അയ്യോ, അതിന്റെ തടി പിടിച്ച് വലിക്കല്ലേ. അയ്യോ, അത് പോരും. ഇത് ഞാൻ ഒരു ദിവസം കത്തിക്കും. ഞാന് അതോടെ നിനക്ക് എന്നെയും കത്തിക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. നിങ്ങളൊന്ന് എന്നെ ശരിക്കൊന്ന് പിടിച്ച് എണീപ്പിച്ചേ. അയ്യോ, പൊങ്ങട്ടെ. നടക്ക്. എന്നെ പൊക്കണെങ്കിലേ ആ കൊന്ത്രാണ്ടം വേണ്ടി വരും. എന്താ അത് പൊക്ലാൻ? നാരായണ. എന്താ നാരായണിക്കുട്ടി? കുറുമ്പ് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. ഞാൻ ദൈവത്തിനെയാ വിളിച്ചത്. ഈ വേദനയൊന്നുമില്ലാതെ ഒന്ന് ഉറങ്ങാൻ കഴിഞ്ഞാ മതിയായിരുന്നു. അതെ, സത്യം പറ, നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ? പിന്നെ വേദന ഇല്ലാതെ ഉറങ്ങാൻ ആർക്കാ ആഗ്രഹമില്ലാത്തത്? അതല്ല, ബൈക്കിൽ കറങ്ങാൻ. ഉണ്ടെങ്കിൽ ഞാൻ സാധിച്ചു തരും. നിങ്ങളോ എന്നെ ബൈക്കിലിരുത്തി കറക്കാന്നോ? നിന്റെ ഏതെങ്കിലും ആഗ്രഹം
ഞാൻ സാധിച്ചു തരായിരുന്നിട്ടുണ്ടോ? ഏയ് അതില്ല. എന്നാലും ഇത് അതെ, എൻ്റെ അവസാനത്തെ ആഗ്രഹം എന്താണെന്നറിയോ? എന്താ? നിന്നെ ബൈക്കിന്റെ പിന്നിലിരുത്തി ഒരു വിനോദയാത്ര. അയ്യടാ, ശരിക്കും മൂക്കില് പഞ്ഞു വെച്ച് കിടക്കുന്നതിന് മുമ്പ് എന്റെ ആഗ്രഹം അതുതന്നെയാണ്. ഒരിക്കലും നടക്കാത്ത ആഗ്രഹമായതുകൊണ്ട് പറഞ്ഞില്ലെന്ന് മാത്രം. ആ, ഇവിടെ ഇരിക്കണ്ടായിരുന്ന അയണക്കുരുവികൾ. സോറിട്ടാ, ഇന്ന് കുറച്ച് ലേറ്റായി. സോറി കുട്ടൂസാ. ഞങ്ങൾ ഒറ്റയ്ക്കായതുകൊണ്ടാ നിന്റെ അച്ഛൻ ഇവിടെ നിർത്തിപ്പോയത്. ഇപ്പോൾ നിന്നെ നോക്കിയിരിക്കേണ്ട അവസ്ഥയായി ഞങ്ങൾക്ക്. അച്ചോടാ, ദേഷ്യം വന്നു നാരായണൻകുട്ടിക്ക്. അച്ഛനാണോടാ പേര് വിളിക്കുന്നത്? ഓ, കുട്ടൂസിനെ പറഞ്ഞപ്പോൾ എനിക്ക് നൊന്തു. അതെ, നീ പോയി കുളിച്ചിട്ട് വന്നേ, ഭക്ഷണം കഴിക്കണ്ടേ? ഓക്കേ, അപ്പൊ ഇണക്കുരുവികൾ ഞാൻ വേഗം വരാം. ഓക്കെ. എന്തു പറ്റിടാ? ഡാഡി അറിഞ്ഞു, ആകെ പ്രശ്നായി. ഓ, അറിഞ്ഞോ? അയ്യോ, ഇനി നമ്മുടെ പ്ലാൻ ഒന്നും നടക്കില്ല. നീയേ ടെൻഷൻ അടിക്കണ്ട, ഞാനത് ഡീൽ ചെയ്യാം. ഓക്കെ. ഊണ് കഴിക്കാൻ വാടാ. ഒരു മിനിറ്റ്. ആ, ഇതാ വരുന്നു. എനിക്ക് നല്ല ടെൻഷനാവുണ്ട്. ഡാഡിനെ ഒന്നിന് സമ്മതിക്കും തോന്നുന്നു. ആ, നീ വെച്ചോ. ഇതാ കുട്ടൂസനുണ്ടായാലും ചോറുണ്ണാൻ കാത്തിരിക്കുക. ആ, ശരി. ആരോടാടാ ഇത്ര പഞ്ചാര? എന്ത് പറ്റിയടാ? കാൽ തട്ടിയതാ. എന്താ കാലിനെന്താ പറ്റിയേ? ഏയ്, ഒന്നുമില്ല. അല്ലടാ, ഇന്നത്തെ ടൂർ എങ്ങനെ ഉണ്ടായിരുന്നു? അടിച്ച് പൊളിച്ചിട്ടുണ്ടാവും അവൻ. ഇന്ന് ഏത് കൂട്ടുകാരൻ്റെ വണ്ടി ഓടിക്കാൻ കിട്ടിയേ? ഏതാ വണ്ടി? കൂട്ടുകാരനല്ല, കൂട്ടുകാരി. കൂട്ടുകാരിയോ? കൂട്ടുകാരിയുടെ ബുള്ളറ്റ്. ബുള്ളറ്റാ? ആരതിന്ന പേര്. അവളുടെ അച്ഛൻ വലിയ പണക്കാരനാ. അവളുടെ അച്ഛന് കാശുള്ളത് കൊണ്ടും അവൾക്ക് ബുള്ളറ്റ് ഓടിക്കാൻ ക്രൈസ് ഉള്ളത് കൊണ്ടും അവളുടെ അച്ഛൻ അത് വാങ്ങിക്കൊടുത്തത് കൊണ്ടും പിന്നെ അവൾക്ക് ബുള്ളറ്റ് ഓടിക്കാൻ പേടിയായതുകൊണ്ടും ഞാനിങ്ങനെ ഓസിന് ട്രിപ്പൊക്കെ പോണു. ഞാൻ വിളിക്കാം. ഞാൻ പിന്നെ വിളിക്കാം. ഞാൻ പരമേശ്വരൻ. ഞാനാണ് നിങ്ങളിങ്ങോട്ട് ക്ഷണിച്ചത്. അനുരാഗ് ബൈക്ക് ഭ്രാന്തനാണല്ലേ? കൂട്ടുകാരുടെ ബൈക്ക് കിട്ടിയ പിന്നെ ഞാൻ അതോടിക്കുക. എനിക്കൊരു ബോഡി ഗാർഡ് വേണം. പാർട്ട് ടൈം ജോലിയാണ്. മുടക്ക ദിവസം മാത്രം മതിയാവും. ന്യായമായ ശമ്പളം തരാം. ബോഡി ഗാർഡോ? ഇത് ഓടിക്കണം ഞാൻ പറയുന്ന സ്ഥലത്തേക്ക്. അതിൻ്റെ പിൻസീറ്റിൽ ഒരാളുണ്ടാവും. അയാളുടെ ബോഡി ഗാർഡ് ആവണം. ശമ്പളം കൃത്യമായി കിട്ടും. എന്താ? ശമ്പളമൊന്നും വേണ്ട സാർ. ബുള്ളറ്റ് ഓടിക്കാൻ കിട്ടണത് തന്നെ എൻ്റെ ഒരു ഭാഗ്യ. അത് പറ്റില്ല. ചെയ്യുന്ന ജോലിക്ക് ശമ്പളം കൊടുത്തേ പറ്റൂ. പിന്നിലാരാ? അത് സസ്പെൻസ്. അൻസാർ എഞ്ചിനീയറിംഗ് കോളേജിൽ M.Tech ഫൈനൽ ഇയർ അല്ലേ? എൻ്റെ മകൾ അവിടെ B.Tech ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അനുരാഗ് വീതി യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം അനുരാഗ്. ഇന്ന് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് നിങ്ങളെപ്പോലെയും എന്നെപ്പോലെയും യാത്രകളെ സ്നേഹിച്ച എൻ്റെ കൂട്ടുകാരി ആരതിനൊപ്പമാണ്. അതും അവളുടെ സ്വന്തം ബുള്ളറ്റ്. ഞാനെപ്പോഴാണ് നിന്റെ കൂട്ടുകാരിയത്?
അവനേലോ സ്വപ്ന ലോകത്താ. സോറി ഗായ്സ്, ഇത് നമ്മുടെ ചങ്ക് ബ്രോസ്. എന്റെ യാത്രാ സ്വപ്നങ്ങളെ സഫലീകരിക്കാൻ എന്നെ കൂടെ കൂട്ടിയ എന്റെ ചങ്ക് ബ്രോസ്. എവിടാ നിന്റെ ആരതി? പറഞ്ഞ പോലെ ആരതി ഇവിടെ. അവൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഹായ് ഡാ, സുഖിച്ചത് മതി, ഇറങ്ങിറങ്ങ്. എന്നാ നീ എടുത്തോ. ഇതാണ് നമ്മുടെ ആരതി. അപ്പോ നമ്മുടെ യാത്രാ മൂഡ് ഓൺ എടാ, ആക്രാന്തം വേണ്ട. എനിക്ക് കിട്ടിയില്ലടാ. എന്നാ താങ്ക് യു. വെൽക്കം. എടാ വാടാ, ഒന്ന് വന്ന് കേറട്ടാ. നീ എന്താലോചിച്ചിട്ടിരിക്കണേ? നീയാ ഭക്ഷണം കഴിച്ചേ? നിന്റെ അമ്മ അറബിയുടെ വീട്ടിൽ അടുക്കളപ്പണി ചെയ്തിട്ടാണ് നിന്നെയും നിന്റെ ചേച്ചീനെയും ഒരു കുറവുമില്ലാതെ വളർത്തിയത്. അത് നീ മറക്കരുത് മോനെ. അറബിയുടെ വീട്ടില് പുറംപണിക്ക് ആള് വേണമെന്ന് പറഞ്ഞപ്പോ ഇവിടെ കാര്യമായിട്ട് പണിയൊന്നുമില്ലായിരുന്ന നിന്റെ അച്ഛനെ നിന്റെ അമ്മയാ അവിടേക്ക് കൊണ്ടുപോയത്. അവൾക്കതുകൊണ്ട് മിണ്ടാനും പറയാനും ഒരാളായി, ഒരു സഹായിയുമായി. അവരെന്തൊക്കെ കഷ്ടപ്പാടുകളാ അവിടെ സഹിക്കുന്നത്. നമ്മളതൊന്നും അറിയുന്നില്ലല്ലോ, അവരത് പറയുന്നുമില്ല. ഞങ്ങൾ രണ്ടാള് പാടത്തും പറമ്പിലും പണിയെടുത്ത് പട്ടിണിയില്ലാതെ മക്കളെ വളർത്തിക്കൊണ്ടുവന്നു. എത്രമാത്രം പട്ടിണി കിടന്നിട്ടുണ്ടെന്നറിയോ ഞങ്ങൾ? ആരോട് പറയാൻ? നിങ്ങൾക്ക് ഇന്നത്തെ തലമുറയിൽപ്പെട്ട കുട്ടികൾക്ക് സുഖമായി ജീവിക്കാൻ പറ്റുന്നില്ലേ? പിന്നെ ബൈക്ക്, നിനക്കൊരു ജോലി കിട്ടി സ്വന്തമായ ശമ്പളം കൊണ്ട് വാങ്ങിക്കല്ലേ നല്ലത്. അതല്ലേ അന്തസ്. ഓ, ഒന്ന് നിർത്ത് ഈ ദാരിദ്ര്യം പറച്ചല്. കേട്ട് കേട്ട് മടുത്തു. നിർത്തി നിർത്തി. നിന്റെ വിഷമം പറഞ്ഞപ്പോ ഒന്ന് ഓർമ്മിപ്പിച്ചൂന്ന് മാത്രം. ഡാ, അതൊന്നും മോൻ കാര്യക്കണ്ട. നീ ഭക്ഷണം കഴിച്ചേ. പിന്നെ ഈ വയസ്സന്മാരെങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഡാ, അടുത്ത ടൂർ എന്നാ? എങ്ങടാ? അതൊന്നും തീരുമാനിച്ചിട്ടില്ല. നീ ചോദിക്ക്. എന്താണ് രണ്ടാളും കൂടി ഒരു കഥകളി? ദാലുട്ടാപ്പി, എനിക്കൊരാഗ്രഹം. എന്താ? ഇവളെയും ബൈക്കിന്റെ പിന്നിലിരുത്തി ഒരു ടൂർ പോണം. ഏയ്, അതൊന്നും നടപടിയാവില്ല. അതെന്താ? നീയും നിന്റെ കൂട്ടുകാരിയും ബൈക്കുമ്മ കറങ്ങണ പോലെ എനിക്കും എന്റെ കൂട്ടുകാരെ കൂട്ടി ബൈക്കുമ്മ ഇറങ്ങിക്കൂടെ? എന്താ? ഏയ്, അതൊന്നും ശരിയാവില്ല. പ്രശ്നം എന്ത് പ്രശ്നം?
അതൊക്കെ പിന്നെ നോക്ക കുട്ടൂസാ. ഞാൻ കിടക്കട്ടെ, ഭയങ്കര ക്ഷീണുണ്ട്. ഡാ ആ ആരതി എന്നാണ് ആ കുട്ടിയുടെ പേര് അല്ലേ? ആ കാണാൻ എങ്ങനെയുണ്ട്? സുന്ദരിയാണോ? കുഴപ്പമില്ല. ആരതി മോൾക്ക് യാത്രയോട് പ്രണയമുള്ളത് കൊണ്ട് യാത്ര കൊണ്ടുപോകുന്ന നിന്നോടും പ്രണയം ആയിക്കോളും. കോപ്പാവും. ഡാ വേഗം നടക്ക്, അവിടെ ഒരുപാട് പണി ചെയ്യാനുണ്ട്. ഇവിടെ നോക്കിയേ, ഇവിടെ ഒന്നും ശരിയായിട്ടില്ല. ഇവിടെ ഉള്ള മോളാളി ഇവിടെ എന്താ മോളാളി മാറി നിക്കോ, വെള്ളം ആവൂലേ? നമ്മള് എന്തോരം പാടത്ത് വെള്ളം ശരിക്കും ചെയ്. മാറി നിന്നോ, കുഴപ്പമില്ല, ഞാൻ ഇതെല്ലാം ചെയ്യും. ഓരോ കുഴപ്പം അത് ഇങ്ങോട്ട് കയറ്റി വെക്കും. ഇവിടേക്ക് ഒരു 500 രൂപ ഉണ്ടാവുമോ? അച്ഛൻ കാശ് രൂപ തിരിച്ചു തരാം. കാശൊക്കെ തരാം, പക്ഷെ ഒരു കാര്യമുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യമുണ്ടല്ലോ, അത് സാധിച്ചു തരണം. എന്ത് കാര്യം? ഞങ്ങൾക്ക് രണ്ടാൾക്കും ടൂർ പോകണമെന്ന് പറഞ്ഞില്ലേ? നിങ്ങളെ ഈ വയസ്സുകാലത്ത് ടൂർ കൊണ്ടുപോകാനാ? അതൊന്നും നടക്കണ കാര്യമല്ല. മോലാളിക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? എന്നാ നീ കൊണ്ടുപോ. എനിക്ക് ഇവിടെ പണിയുണ്ടാവും. മോനെ, അവളുടെ അവസാനത്തെ ആഗ്രഹടാ. ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തു പോയി. ഡാലുട്ടാപ്പി, നീ വിചാരിച്ചാൽ നടക്കും. പ്ലീസ്, എൻ്റെ പൊന്നു മോനല്ലേ. അതെ, 500 ഈ അച്ചാച്ച നിനക്ക് 5000 തരൂ. എന്താടാ? ഞാൻ എല്ലാരോടും ചോദിക്കട്ടെ. ചേട്ടാ, നാല് പറട്ടെ. പോടാ അവിടുന്ന്. ആ, എല്ലാരും നേരത്തെ തന്നെ എത്തിയിട്ടില്ലേ? ഞാനേ കുറച്ച് വൈകി പോയി, ക്ഷീണായിട്ട് അവിടെ ഒന്ന് ഇരിക്കുകയായിരുന്നു. പ്രാവശ്യത്തെ വിളവെടുപ്പ് ഭയങ്കര മോശാ. കാലാവസ്ഥ മോശമായോണ്ടല്ലേ? കലികാലല്ലേ, വയനാട് കണ്ടില്ലേ, എത്ര പേരാ പോയത്. താൻ ചെയ്യുന്ന പാപങ്ങൾ താൻ അനുഭവിച്ചിടും അല്ലേ? അത്രയ്ക്ക് ദ്രോഹിക്കുന്നുണ്ട് നമ്മൾ പ്രകൃതിയെ. അപ്പൊ പിന്നെ അതും പ്രതികരിച്ചു തുടങ്ങും. ഇന്നിപ്പോ കൃഷി ചെയ്യാൻ ഭൂമി എവിടെയാ? എല്ലാം നികത്തി വലിയ കെട്ടിടങ്ങളാക്കിയില്ലേ? സ്വർണത്തിന് ദിനം പ്രതി വില കുതിച്ചു കയറുകയാണ് അല്ലേ? നെല്ലിനോ വില കൂടുന്നുണ്ടോ? അത് കുറഞ്ഞുകൊണ്ടിരിക്കുക. സ്വർണം തിന്നാ മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റുമോ? പക്ഷേ ഭക്ഷണമില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഭക്ഷണം ഉണ്ടാക്കുന്ന കൃഷിക്കാരുടെ അവസ്ഥ ഇപ്പം എന്താ? എത്ര പേരെ ദിനം പ്രതി ആത്മഹത്യയാണ്, നമ്മൾ അറിയുന്നുണ്ടോ? ആ ചേട്ടാ, എന്താ സുഖല്ലേ? ഞങ്ങൾ ഇറങ്ങിയ. ഹലോ, നമസ്കാരം. നമസ്കാരമുണ്ട്. ആ നാരായണക്കുട്ടി, ധാരയ്ക്കാ വന്നിരിക്കണ നോക്കിയേ, ഒന്നിങ്ങോട്ട് വന്നേ. വാ, വരൂ അപ്പോളെ, വാ കേറിയിരിക്ക, ചായ ഇരിക്കാൻ കുടിക്കാം. വന്നൊന്നല്ല, ഞങ്ങളൊരു കാര്യം അറിഞ്ഞു, അത് സത്യമാണോന്ന് അറിയാൻ വേണ്ടി വന്നാ. അല്ല, നിങ്ങൾ ഈ വയസ്സാങ്കാലത്ത് ടൂർ പോവാൻ പറയുന്നത് കേട്ടു. അതാണോ? ഇവളൊരു ആഗ്രഹം പറഞ്ഞു, ഞാനത് സാധിച്ചു കൊടുക്കാന്നും പറഞ്ഞു. കുയിലിക്ക് കാലി നീട്ടിയിരിക്കുമ്പോഴാണ് ഒരു ടൂർ പോക്ക്. വയസ്സാം കാലത്ത് ഒരു പൂതികളെ. കുയിലിക്ക് കെട്ടിയെടുക്കാറേ, എന്നിട്ടാണ് ഈ ടൂർ പോവല്. അമ്മൊന്നും മിണ്ടാണ്ടിരിക്കും. ഇങ്ങനെയൊക്കെയാണോ പറയാ അവരെ നോക്കി? ബൈക്കിൽ കറങ്ങാനാ കിളവന്റെ കിളവീരി ആഗ്രഹം. അതെ, നിങ്ങളുടെ മോളെ നിങ്ങളെ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടാ പോയേക്കണേ. നിങ്ങളെങ്ങാനും പുറത്തു പോയി എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്തം ആരെ ഏറ്റെടുക്കുക? ദേ, ഒരു കാര്യം പറയാം, രണ്ടാളും അടങ്ങി ഒതുങ്ങി ഇവിടെ ഇരുന്നോണം. അതൊക്കെ ശരിയാവൂടാ. ഇപ്പൊ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കാനാണോ? ഹായ് മച്ചാൻ. ഹായ്. അവനെന്താ ഇഞ്ചി കടിച്ച കൊരങ്ങനെ പോലെ ഇരിക്കണ്? എനിക്കറിയില്ല എന്താണ്? വന്ന പൊട്ടവ എങ്ങനെയാ? നീ കാര്യം ചോദിച്ചില്ലേ? നിങ്ങൾ വന്നിട്ട് പറയാന്നാവൻ പറഞ്ഞത്. അതിനാണ് ഞാൻ നിങ്ങളൊക്കെ വിളിച്ചത്. വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. നീ കാര്യം പറയേ. എടാ, നമ്മുടെ കുട്ടൂസിനുണ്ടായിരിക്കും നമ്മൾ പോണ പോലെ ട്രിപ്പ് പോണമെന്ന് ആഗ്രഹമുണ്ട്. നമുക്കവരെ കൊണ്ടുപോവാടാ. എടാ, നിനക്കെന്താ പ്രാന്താ? ഒരു വയസ്സായവരാണ്, അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടി നമ്മൾ വലിച്ചു കയറും. ഈ വക ടാസ്ക് എടുക്കാൻ ഞാനില്ലട്ടാ. വേണ്ട, അത് പ്രേമം പറഞ്ഞത് ശരി. 70+
ഒന്നാമതേ ആ ഡാഗിനിയമ്മക്ക് ഡെയിലി ഒരു അസുഖം, അതിൻ്റെ ഇടയിൽ ഒരു ടൂറ്, അവരതൊക്കെ പറയും. അല്ല, അവര് ടൂർ പോയ എന്താ പ്രശ്നം? എടി നിനക്ക് പിന്നെ പോലെ പ്രാന്താ. ശരി, അവരെ കൊണ്ടുവന്നേക്ക്. എങ്ങനെ ഉദ്ദേശിക്കണ്? ബൈക്കിൽ അടിപൊളിയുണ്ട്. എടാ ഓളെ എനിക്ക് ശരിക്കും ഭ്രാന്തണോ? എടാ നിങ്ങൾ വരിണ്ട, ഇവന്റെ ഭ്രാന്തം കേട്ടിരിക്കാണ്ട് ഞാൻ പോവാ. നിക്കടാ, അവരുടെ സങ്കടം സഹിക്കാൻ പറ്റാണ്ടാടാ. ഒന്ന് പോയാടേ. എടാ, പോണോര് പോട്രാ, നമുക്കും ഉണ്ടാവും അവരെ, അവർക്കും ഉണ്ടാവില്ലേ സ്വപ്നങ്ങള്? എൻ്റെ പൊന്നാരതി, നീ എന്തറിഞ്ഞിട്ടാ? അവർക്ക് ആവശ്യത്തിന് കൂടുതൽ അസുഖമുള്ളതാണ്. ആയിക്കോട്ടെ, നമുക്ക് നോക്കാലോ അവരെ. നമ്മുടെയൊക്കെ വയസ്സിൽ അവരെ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇപ്പൊ ഞാനൊരു പെണ്ണ്, നിങ്ങൾ ഇത്രയും ആണുങ്ങളുടെ കൂടെ ട്രിപ്പ് വരുന്നു, അപ്പൊ അവരുടെ ആൾട്ടോ? നീ നിന്റെ അച്ഛമ്മയോട് ചോദിച്ചു നോക്ക്, അവരുടെ ചെറുപ്പത്തിൽ അവരെ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന്. ഞാൻ എന്തായാലും തീരുമാനിച്ചു, കൂടെ നിൽക്കണവർക്ക് തീരുമാനിക്കാം വരുന്നുണ്ടോ ഇല്ലയോന്ന്. എല്ലാവരും കെട്ടിയൊടുങ്ങി വരുന്നുണ്ടല്ലോ, എവിടെ പോകാനാണോ? ആ വന്നാ കാണുമ്പോ ദേഷ്യം വരുന്നു. കാട്ടി കൂട്ടല. അല്ല ചാച്ചാ, ലൈസൻസ് ഒക്കെ ഉണ്ടായില്ലേ? പിന്നെ ഈ വണ്ടി ഓടിക്കാനുള്ള പൂതി കൊണ്ടേ ലൈസൻസ് ഒക്കെ എപ്പോഴും എടുത്തു വെച്ചു, ഇപ്പോഴും പുതുക്കാറുണ്ട്. പക്ഷെ ആരോടും പറയാറില്ല എന്നുള്ളൂ. അപ്പൊ എങ്ങനെയാ, നമുക്ക് ബൈക്കിൽ ചെത്തല്ലേ? ഓക്കെ ഓക്കെ. ഇവർക്കൊന്നും ചോദിക്കാനും പറയാൻ ആരുമില്ലേ? ഓ, വയസ്സാം കാലത്ത് തന്തടി തള്ളടി ഒരു പൂതിയേ. വല്ല കാര്യണ്ടത്. നമുക്ക് പോവാം, പറപ്പിക്കാം. പറപ്പിക്കാം. ഓക്കേ, റെഡി. ഞാനും വരണ്ട്. ആ കേറ്. ഇവിടെ സെറ്റാക്കുന്നേ, പോവാ. പറന്ന് 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 പോകും പറവകളെ, കൂട്ടിലെ കുഞ്ഞിക്കിളികളെ കാണാൻ കൂടണയും മുമ്പേ, നിങ്ങൾക്കൊപ്പം കാഴ്ചകൾ കണ്ട് രസിക്കാനായി കൂടെ ഞങ്ങൾ പോന്നോട്ടെ, കൂടെ കൂട്ടാമോ? പരിധികളില്ല, പരിഭവമില്ല, നീലാകാശ കുടയുടെ താഴെ വയലേലകളുടെ സുന്ദര കാഴ്ചകൾ കാണാം. കാലമേറെയായി മോഹമേറെയായി കാഴ്ച കാണുവാൻ കൂട്ടുകൂടുവാൻ കുളിരണിയും മലനിരയിൽ കൂടണയാൻ പോകാമോ? ഓർമ്മകളിൻ പാതകളിൽ കൂടെ കൂട്ടാമോ? അച്ചച്ചാ, ഈ നാരായണൻകുട്ടിക്ക് എങ്ങനെയാ നാരായണിക്കുട്ടിയെ കിട്ടിയേ? ഞാനേ ഒരു പെൺകുട്ടീനെ കണ്ടെത്തി.
അവളുടെ പേര് നാരായണിക്കുട്ടി എന്നാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അവളെ സ്വന്തമാക്കാൻ തീരുമാനിച്ചു. ദേ, ഇതാണ് ആ നാരായണിക്കുട്ടി. ഞങ്ങള് വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയാണ് കഴിഞ്ഞ 50 വർഷമായിട്ട് ജീവിക്കുന്നത്. ചിറകുകളില്ല വന്നു ചേരുവാൻ മോഹിക്കാമോ ആ സൗഭാഗ്യം? കുഞ്ഞുമക്കളുണ്ടിവിടെ മലമുകളിൽ നിൽപ്പാണേ, കാഴ്ചകളിൽ മുഴുകുന്നു ലയിച്ചു നിൽക്കുന്നു. പറന്ന് 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 പോകും പറവകളെ, കൂട്ടിലെ കുഞ്ഞിക്കിളികളെ കാണാൻ കൂടണയും മുമ്പേ. പറന്ന് 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 പോകും പറവകളെ, കൂട്ടിലെ കുഞ്ഞിക്കിളികളെ കാണാൻ കൂടണയും മുമ്പേ. ഇതുപോലൊരു പാർട്ട്ണർ നമുക്ക് എന്നാ കിട്ടുക അല്ലേ? നല്ല വൈബല്ലേ? നമുക്കൊരു സെൽഫി എടുത്താലോ? ആ വാടാ. വാ വാ വാ. ആ എല്ലാരും ആ, ചേർന്ന് നിക്കടാ. ഓക്കെ ഓക്കെ, നിക്ക് 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 നിക്ക്. ഒന്നുകൂടി. മുലാലി എവിടെയാ? മുലാലി അവരോടെ അച്ചാച്ചനെ എവിടെ? കാണാനല്ലോ. എവിടെടാ അവര്? അച്ചാച്ചാ, അവിടെ പോയി. വാ വാ വാ. അച്ചാച്ചാ, അച്ഛനോ? അച്ചാച്ചാ, നിങ്ങൾക്കൊപ്പം കാഴ്ചകൾ കണ്ട് എല്ലാവരും ആ ഭാഗത്തേക്ക് പോയി. കൂടെ ഞങ്ങൾ പോന്നോട്ടെ, കൂടെ കൂട്ടാമോ? പറന്ന് 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 പോകും പറവകളെ.